പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രതിരോധത്തിലാണ് എന്നുള്ളത് CPMന് പോലും അറിയാവുന്ന കാര്യമാണ്. പുറമേ അവർ എന്തൊക്കെ പറഞ്ഞാലും അവർ പ്രതിരോധത്തിലാണ്. അവരിപ്പം അവസാനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 60 സീറ്റ് കിട്ടും. അതിനുശേഷമുള്ളൊരു 11 സീറ്റിൽ ഒരു വിജയസാധ്യതയുള്ള ആളുകളെ മത്സരിപ്പിക്കുകയും കൂടെ ചെയ്താൽ കട്ടിച്ചൊരു 71 പിടിക്കാം എന്നാണ് CPM നേതൃത്വത്തിൻ്റെ തന്നെ നിലപാട്. എന്ന് പറഞ്ഞാൽ ജയിച്ചാൽ തന്നെ ഏതാണ്ട് ഒരു 71-നപ്പുറത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നർത്ഥം. അത് പരാജയ ഭീതി തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടും മുച്ചൂടും തോറ്റു എന്നുള്ളതാണ്. 2015-ലും 20-ലും ഇടതുപക്ഷം തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. 10,000-കണക്കിന് കോടി രൂപ താഴത്തിട്ട് ചെലവഴിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പ് തന്നെ ഏതാണ്ട് 10-25 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകൾക്ക് പ്രഖ്യാപിച്ചു. എന്നിട്ട് പോലും മുച്ചൂടും സമഗ്രമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. കോർപ്പറേഷനിൽ തോറ്റു, ബ്ലോക്കിൽ തോറ്റു, ജില്ലയിൽ തോറ്റു, മുനിസിപ്പാലിറ്റിയിൽ തോറ്റു, പഞ്ചായത്ത്. തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളും CPMന് വലിയ തോതിൽ എതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിച്ചൊരു 71 കിട്ടും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. കാരണം 99 സീറ്റ്, കാരണം ഇതൊരു സിമ്പിൾ ലോജിക്കാണ് അവരുടെ മനസ്സിനെ നയിക്കുന്നത്. കാരണം 2021-ൽ 99 സീറ്റ് കിട്ടി. അപ്പോൾ എന്തായാലും ഒരു 71 സീറ്റെങ്കിലും കിട്ടും. ഇതാണ് അവരുടെ ഒരു ബോധ്യം. രാഷ്ട്രീയം പക്ഷേ 1+1 = 2 അല്ല എന്നുള്ളത് തലയ്ക്ക് വെളിയുള്ള ആർക്കും മനസ്സിലാവും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരും തോക്കും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM ഇങ്ങനെ മുച്ചൂട് മുടിയും എന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. തോറ്റു തുന്നം പാടിയല്ലോ. 2024-ലെ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റിലേക്ക് ഒതുങ്ങും എന്ന് CPM വിചാരിച്ചിരുന്നല്ലോ, എന്നിട്ട് തോറ്റല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കങ്ങനെ ചിന്തിക്കുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ ചിന്തിച്ചോളട്ടെ, എന്തായാലും 71 കിട്ടും എന്നൊക്കെയാണ്. എന്തായാലും അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും ഉയർത്തിരിഞ്ഞ് വരുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഇവർക്കെതിരാണ് എന്നുള്ളത് നമുക്കറിയാം. അവസാനമായി ഈ പിണറായി വിജയനും മോഹൻലാലും തമ്മിൽ നടന്ന അഭിമുഖ സംഭാഷണം പോലും വലിയ തോതിൽ എതിർപ്പിന് കാരണമായിരിക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ, കണ്ണൂർ ജില്ലയിലെ പ്രശ്നങ്ങൾ, വീണ ജോർജിൻ്റെ പ്രശ്നം എല്ലാം ഇവർക്കെതിരാണ്. ശബരിമല എല്ലാം എതിരാണ്. അതോടെ പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഉന്നയിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ എന്തായിരിക്കും CPMനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ഘടകം, ആ എലമെൻ്റ്, ആ വേരിയബിൾ അതെന്താണ് എന്നുള്ളതാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ മുന്നിലുണ്ടല്ലോ. ശബരിമലയുണ്ട്, CPMൻ്റെ ജനവിരുദ്ധ നിലപാടുകളുണ്ട്, പിണറായി വിരുദ്ധതയുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട്. പക്ഷേ അതിൽ അടുത്തവണ CPMനെ ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ആ ഒരു ഘടകം ഏതായിരിക്കും? ഇതിനെക്കുറിച്ച് ഒന്ന് ഉച്ചത്തിൽ ചിന്തിക്കാനാണ്, ടു തിങ്ക് ലൗഡ്ലി ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും വിചാരിക്കും അത് പിണറായി വിരുദ്ധതയായിരിക്കും, അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും എന്നൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ ധാരണ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് CPMൻ്റെ അണികളിൽ ഉണ്ടാകുന്ന, CPMൻ്റെ അണികൾക്ക് ഈ സർക്കാരിനോട്, പിണറായി വിജയനോടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതികഠിനവും അതിഭീകരവുമായിട്ടുള്ള വെറുപ്പും അറപ്പും രോഷവും പ്രതിഷേധവുമായിരിക്കും CPMനെ ഏറ്റവും ദോഷകരമായി അടുത്തവണ ബാധിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം CPMന് ഒരു 25-30% വോട്ട് ബാങ്ക് ഉണ്ട്. ഇവിടെ 35% വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് എന്ത് വന്നാലും അവിടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വെള്ളാപ്പള്ളിയിൽ കൂടി ഈഴവരെയും, സുമാരൻ നായരിൽ കൂടി നായന്മാരെയും, പുന്നല ശ്രീധറിലൂടെ പുന്നല ശ്രീകുമാറിലൂടെ പിന്നോക്കക്കാരെയൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 35% വോട്ട് ബാങ്ക് ഉള്ളത് അതെന്ത് തോന്നിയാസം കാണിച്ചാലും, എന്ത് വൃത്തികേട് കാണിച്ചാലും, എന്ത് ചേറ്റത്തരം കാണിച്ചാലും തങ്ങളോടൊപ്പം നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അവിടെയാണ് CPMന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയും തിരിച്ചടിയും കിട്ടാൻ പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതിൻ്റെ സൂചനകൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൊല്ലം ജില്ല ഒന്ന് എടുത്ത് നോക്കിയേ. കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുശക്തമായ പാർട്ടിയുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒന്ന് എടുത്ത് നോക്കിയേ. കൊല്ലം ജില്ലയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ കൊല്ലത്ത് കോർപ്പറേഷനിൽ CPM വിജയിച്ചിട്ടുള്ളൂ. കണ്ണും പൂട്ടി വിജയിച്ചു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നു. അവിടെ ഇത്തവണ എന്താ സംഭവിച്ചത്? അവിടെ ഇത്തവണ കൊല്ലം കോർപ്പറേഷൻ UDF കൊണ്ടുപോയി. എന്ന് മാത്രമല്ല 2020 CPM കയ്യിലുണ്ടായിരുന്ന 21 സീറ്റുകളാണ് ഇത്തവണ UDF അടിച്ചുകൊണ്ട് പോയത്. 6 സീറ്റ് BJP കൊണ്ടുപോയി. അതാണ് കൊല്ലം ജില്ലയിലെ അവസ്ഥ. പല ജില്ലകളിലും ഇതേ അവസ്ഥയുണ്ട്. ആലപ്പുഴ ജില്ലയിലും ഇതുപോലെ തന്നെ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ വലിയ തോതിൽ പുറകോട്ട് പോയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് CPM കൂടെ പതിറ്റാണ്ടുകളായി നിന്നിരുന്ന വോട്ട് ബാങ്കുകൾ, ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധത, ഈ CPM ജീർണത, CPM നേതൃത്വത്തിൽ പിണറായി വിജയൻ ഇരുന്ന് കാണിക്കുന്ന ഈ ജനവിരുദ്ധത, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇതെല്ലാം കണ്ട് അവർ മനം മടുത്തിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പിണറായി വിജയനോടുള്ള രോഷവും പ്രതിഷേധവുമാണ് CPM അണികളുടെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് നമ്മൾ കാണാതിരിക്കുന്നില്ല. കാരണം CPM അണികൾ വിശ്വസിക്കുന്ന എന്താ? CPM അണികൾ വിശ്വസിക്കുന്ന ഒരു തുടർ ഭരണകൂടം കിട്ടിയാൽ ഈ പാർട്ടി എന്നേക്കുമായി ഇവിടെ നശിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു 5 വർഷം കഴിഞ്ഞെങ്കിലും CPM ഇവിടെ ഉണ്ടാവണമെങ്കിൽ 2026 പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം തോക്കണം. ഇതാണ് CPM അണികളുടെ ബോധ്യം. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത്രയേറെ ജീർണിച്ചത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ CPM നേതാക്കൾക്കുണ്ടായിട്ടുള്ള ജീർണത അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ CPM നേതൃത്വം എത്രത്തോളം നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അടിപ്പെട്ടു എന്നുള്ളത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ CPM നേതാക്കന്മാർ എത്രത്തോളം ഭൂമാഫിയയുടെ ആളുകളാണെന്നും അഴിമതിയുടെ ആളുകളാണെന്നും നിശ്ചിത താല്പര്യക്കാരുടെ ആളുകളായി മാറി എന്നുള്ളത് പാർട്ടി അണികൾ അവരുടെ നഗ്ന നേത്രം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എത്രത്തോളം നിക്ഷിപ്ത താല്പര്യക്കാരൻ്റെ ഭാഗമായി മാറി, എത്രത്തോളം അഴിമതിക്കാരനായി മാറി, എത്രത്തോളം ജീർണതയുടെ വ്യക്താവായി മാറി എന്നുള്ളത് അവർ പിണറായി വിജയനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊരു പാർട്ടിയുടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള പാർട്ടിക്കാരൻ പറഞ്ഞത് ഞാൻ കേട്ട് ഞെട്ടിപ്പോൾ. എന്നോട് പറഞ്ഞ് സഭ അടുത്ത തവണ BJP വന്നാൽ പോലും പ്രശ്നമില്ല, LDF പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സുഹൃത്തെ അതെന്താണത്? കാരണം കേരളത്തിൽ CPM ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഞാൻ പോലും BJP വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ പാർട്ടിക്കാരൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? അടുത്ത തവണ BJP വന്നാലെങ്കിലുമേ 5 വർഷം കഴിയുമ്പോൾ CPM തിരിച്ചു വരുള്ളൂ എന്നാണ് ആ പാർട്ടിക്കാരൻ എന്നോട് പറഞ്ഞത്. അത്രയ്ക്ക് രോഷവും പ്രതിഷേധവും CPM അണികളുടെ മനസ്സിൽ ഈ ഗവൺമെൻറ്റിനെതിരെയും പിണറായി വിജയനെതിരെയും ഉണ്ട്. അത് ശരിക്കും 2024 മുതൽ അവർ പ്രകടിപ്പിച്ചു തുടങ്ങി എന്നുള്ളത് നമ്മൾ കാണണം. 2024 ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും ഏറ്റവും സുപ്രധാന വികാരങ്ങളിൽ ഒന്ന് എന്തായിരുന്നു? ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിലും തത്തുല്യമായി കേരളത്തിൽ പിണറായി വിരുദ്ധതയുണ്ടായിരുന്നു, പിണറായി വിജയനോടുള്ള രോഷമുണ്ടായിരുന്നു, പ്രതിഷേധമുണ്ടായിരുന്നു, പിണറായി വിജയനുള്ള എതിർപ്പുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഓർമ്മയില്ലേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ ജില്ലാ കമ്മിറ്റിയിലും നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പിണറായിക്കെതിരായിട്ടുള്ള ചർച്ചയായിരുന്നു. പിണറായി വിജയനെതിരായി അതിഭീകരമായിട്ടുള്ള എതിർപ്പാണ് എല്ലാ ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ വോട്ട് ബാങ്കിലുള്ള ചോർച്ചയായിരിക്കും എന്ന് ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് കണ്ണൂരത്തെ തന്നെ കാര്യം നമ്മൾ എടുത്ത് നോക്കി. പയ്യന്നൂരിൽ എന്താ സംഭവിക്കുന്നത്? പയ്യന്നൂരിൽ എങ്ങനെയാണ് പയ്യന്നൂരിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ CPM വിമതൻ 1700 വോട്ട് നേടി ജയിച്ചത്? ആ മണ്ഡലത്തിൽ എങ്ങനെയാണ് CPM 140 വോട്ടിലേക്ക് താന്നുപോയത്? അവിടെ എങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM പുറകോട്ട് പോയത്? അവിടുത്തെ നേതൃത്വത്തിനെതിരെ അവിടുത്തെ അണികളുടെ ഇടയിലുള്ള രോഷം, പ്രതിഷേധം, എതിർപ്പ്, ഇത്രേ ഉള്ളൂ. കൊല്ലത്ത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അതുതന്നെയാണ് സംഭവിച്ചത്. ഇവിടെയും യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം CPM-കാരുടെ ഇടയിലുള്ള രോഷവും പ്രതിഷേധവുമാണ്. അവർ BJP ശക്തരായെടുത്ത് BJPക്ക് വോട്ട് ചെയ്തു. ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസിന് 9 സീറ്റുള്ളത് 19 സീറ്റായി വർദ്ധിച്ചത്? CPM-കാർ വോട്ട് ചെയ്തു, കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുകൊണ്ട് കേരളത്തിലെ CPM അണികളുണ്ട്, അടിത്തട്ടിലുള്ളവരുണ്ട്. അവരാണ് 2016 2021 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി വിയർപ്പൊഴുക്കിയവരവരാണ്.
അഹോരാത്രം പണിതത് അവരാണ്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചവരവരാണ്. ഒരു സ്ഥാനമോഹവും ഇല്ലാതെ പ്രവർത്തിച്ച, സെൽഫ്ലെസ്സായി പ്രവർത്തിച്ചവരാണ് പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന അണികൾ. ആ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അവരുടെ മുമ്പിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത്, അവർക്ക് ബി ജെ പി അങ്ങനെ വരണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. കാരണം ബി ജെ പി അതൊരു ഒരു ഒരു ഫോഴ്സുമല്ല കേരളത്തിൽ. അവർക്ക് യു ഡി എഫ് വരണമെന്നുള്ള ആഗ്രഹവും അവർക്കില്ല. അവർക്ക് പിണറായി പോകണം, പിണറായി വിജയൻ പോകണം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടർഭരണം ഉണ്ടാവരുത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടർഭരണം ഉണ്ടായാൽ സി പി എം തകരും. അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞെങ്കിലും സി പി എമ്മിനെ ജീവനോടെ കാണണമെങ്കിൽ പിണറായി വിജയൻ പോകണം. അതിന് യു ഡി എഫ് എങ്കിൽ യു ഡി എഫ്, അത്രയേ ഉള്ളൂ. കാരണം എന്താ, അവരുടെ മുമ്പിൽ ബംഗാളും ഉണ്ട്, ത്രിപുരയും ഉണ്ട്. ബംഗാളിലും ത്രിപുരയിലും സി പി എം പോയിട്ട് 10-12 വർഷമായി. 2011 മറ്റോ സി പി എം അങ്ങ് പോയതാണ്. ബംഗാളിൽ 5 വർഷം ഭരിച്ച് 5 ടേം ഭരിച്ചതാണ്. 2001 പോയിട്ട് ഇപ്പോൾ 14 വർഷമായിട്ട് അവിടെ സി പി എമ്മിനെ കാണാനില്ല. അവിടെ ഒരു MLA പോലും സി പി എമ്മിനില്ല. ത്രിപുരയിലും 4-5 ടേം ഭരിച്ചു. ത്രിപുരയിലും സി പി എം അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും സി പി എം പോയതിൽ നിന്ന് ഇവിടുത്തെ അണികളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിക്കണം, അതായത് സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിനെ അടിക്കണം. സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ മസ്തകം പൊളിക്കണം. സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃത്വത്തെ വേരോടെ അറുത്താൽ മാത്രമേ അടുത്ത 5 വർഷം കഴിഞ്ഞെങ്കിലും സി പി എമ്മിന് ജീവനോടെ തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ, ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം തോക്കണം എന്നുള്ള നിലയിൽ സി പി എമ്മിനോട് സി പി എമ്മിനോടല്ല, സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിനോട് പകയോടെ, പുച്ഛത്തോടെ, പരിഹാസത്തോടെ വോട്ട് ചെയ്യാൻ പോകുന്നത് സി പി എമ്മിൻ്റെ അണികളായിരിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമുണ്ടാകും. അതിൻ്റെ ഗുണഭോക്താക്കൾ സ്വാഭാവികമായി യു ഡി എഫ് ആയിരിക്കും. കാരണം അവരാണല്ലോ ജയിക്കാൻ പോകുന്ന മുന്നണി. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഏത് ഘടകമാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോവുക എന്ന് എന്നോട് ചോദിച്ചാൽ അത് ശബരിമലയെക്കാളും അല്ലെങ്കിൽ വേറെ ഏത് ഘടകത്തെക്കാൾ കൂടുതൽ സി പി എമ്മിൻ്റെ ഒരു 30-35% വരുന്ന വോട്ട് ബാങ്കിന്, അവരുടെ പരമ്പരാഗതമായി അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള വോട്ട് ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ തോതിലുള്ള അഭൂതപൂർവമായിട്ടുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള വോട്ട് ചോർച്ചയായിരിക്കും എൽ ഡി എഫിനെ തകർക്കാൻ പോകുന്നതും യു ഡി എഫിന് അടുത്ത തവണ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതും എന്നുള്ളത് മെയ് മാസത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഈ വളരെ നേരത്തെ ഈ ഫെബ്രുവരിയിൽ തന്നെ ഈ വീഡിയോയിലൂടെ ഒരു പ്രവചനപരമായി ഞാൻ പറയുന്നത്.